അമ്മയ്ക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന്. അല്ലേ വേണ്ട, ഞാൻ തന്നെ ചോദിക്കാം. നീ ഉണങ്ങാനായിട്ട് തുണിയിൽ എടുത്തിട്ട് വന്നില്ലേ? അപ്പൊ നമ്മളതെല്ലാം എടുത്തിട്ട് വരുമ്പോ അമ്മേന്റെ മാത്രം തന്നെ അവിടെ ഇട്ട് വന്നേ. അത് ഞാൻ അമ്മേനോട് പറഞ്ഞതാണല്ലോ. അമ്മേന്റെ തുണികള് മഴയത്ത് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനാ പറഞ്ഞത് കുറച്ചു കഴിഞ്ഞിട്ട് എടുത്തിടാന്നുള്ളത്. അമ്മേ, അവള് പറഞ്ഞു എന്നാണല്ലോ പറയുന്നത്. ഉള്ളത് തന്നെയാണോ? ആ, പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് ഓർമ്മയില്ല. അതെന്താ എനിക്ക് ഓർമ്മയില്ലാത്തത്? നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ മനുഷ്യന്മാരുടെ ഇടയിൽ വെറുതെ? അച്ഛ, തൽക്കാലം ആ കാര്യം വിട്. നമ്മുടെ കാഞ്ചനേച്ചിന്റെ മോൻ രാജേഷ് എന്താ പറഞ്ഞെന്നറിയോ? അച്ഛനെ അമ്മേനെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഇവളും വേറെ താമസിക്കാൻ പോവാന്ന്, ഞാൻ വീട് നോക്കുന്നില്ല എന്ന്. ഇതൊക്കെയാണ് അമ്മ പുറത്ത് പരത്തിയിരിക്കുന്നത്. അത് മാത്രമാണോ, ഇന്നലെ ഞാൻ അമ്മേനെ സിനിമയ്ക്ക് പോകാൻ വേണ്ടി വിളിച്ചു. അമ്മ പറഞ്ഞു വരുന്നില്ല എന്ന്. ഞങ്ങൾ പ്ലാൻ മാറ്റി ബീച്ച് പോകാന്ന് പറഞ്ഞു. അങ്ങോട്ടും വരുന്നില്ല എന്ന്. പിന്നെ ഭക്ഷണം കഴിക്കാനും വിളിച്ചു, അതും വരുന്നില്ല. ഞങ്ങൾ എവിടെ പോകുന്നുണ്ടെങ്കിലും അമ്മേനോട് പറഞ്ഞിട്ട് അമ്മേനെ വിളിച്ചിട്ടാ പോകാറുള്ളത്. അമ്മയാണ് പറയുന്നത് ഞാൻ വരുന്നില്ല, ഞാൻ വരുന്നില്ല. ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്നിട്ടോ അമ്മ ഇവിടുള്ള നാട്ടിലെ എല്ലാവരോടും പറഞ്ഞു നടക്കുക നേരെ ഓപ്പോസിറ്റ്. അവൻ വിളിച്ചില്ല, അവര് ഞങ്ങളോടൊന്നും പറഞ്ഞില്ല, അതാണ് ഇതാണ്, വേറെ പറയാത്തൊന്നുമില്ല. ഓ, അങ്ങനെയല്ല ഇവിടെ നടന്നത്. ഇവിടെ നേരെ തിരിച്ചാണല്ലോ പറഞ്ഞതെന്ന്. ഇപ്പൊ ഞാൻ അവരെ കുറ്റക്കാരിയല്ലേ? നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ലേ? ഇപ്പം പറയുന്ന ഓരോ വാക്കുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് വെറുതെ എരുതിയിൽ എണ്ണ ഒഴിക്കല്ലേ? നിങ്ങൾ ഇവിടാണ്ട് പോകും ഇവിടുന്ന്. നീ എവിടേക്ക് പോണ്? നീ അവിടെ ഇരിക്കേ. എന്തിന് നിങ്ങളുടെ പ്രാന്തം വർത്താനം കേൾക്കാൻ? അതൊക്കെ ഉള്ള കാര്യമാണോ നിങ്ങൾ കേൾക്കണം? നിങ്ങൾ വല്ലത് അറിയുന്ന കാര്യമാണോ? വായെന്ന് വന്നാന്നോണോ ആ പെണ്ണ് പറയുന്നത്? എനിക്കൊന്നും കേൾക്കണം. എന്റെ അടുത്ത് ഞാൻ ആരും ഒന്നും പറയണ്ട. നിർത്തില്ല അവിടെ. ഇവരെ കുടുംബം പിരിക്കാൻ നോക്ക്. കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലേ അത് പറഞ്ഞു തീർക്കണം. ഏട്ടാ അവിടെയും ഇവിടെയും പോയിട്ടേ വേണ്ട നേരം പറഞ്ഞ് നടക്കല്ലോ അവിടെ. അമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. ഒരു കുടുംബത്തിന് നട്ടിലെന്ന് പറയുന്നത് ആ വീട്ടിലെ അമ്മയാണ്. ഇവക്ക് ഒരു കുഴപ്പമില്ല അമ്മേനോടോ എന്നോടോ അച്ഛനോടോ. അച്ഛനാണെങ്കിൽ ഒരു ശുദ്ധൻ, അമ്മ പറയുന്ന അങ്ങോട്ട് കേൾക്കും. എനിക്കും ആരോടും ഒരു കുഴപ്പമില്ല. അപ്പൊ അമ്മ തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇല്ലാണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയല്ലേ ചെയ്യാം. നേരെ മറിച്ച് ഞാനോ ഇവളോ അച്ഛനോ ആരെങ്കിലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അമ്മ കണ്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് നേരിട്ട് വന്ന് പറയാം, എടാ നീ ചെയ്തത് തെറ്റാണ്, ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല. അല്ലെങ്കിൽ ഇവളാണ് ചെയ്തെങ്കിൽ നേരെ അവളെ വിളിച്ചിട്ട് പറയാം, മോളെ നീ ചെയ്തത് തെറ്റാണ്, നീ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പ്രശ്നം തീർന്നു. അതിന് പകരം ഇല്ലാത്ത ഓരോന്ന് പറഞ്ഞ് ഇങ്ങനെ കുത്തിപ്പൊക്കി എല്ലാവരെയും അറിയിച്ചിട്ട് നമ്മൾ നാണം കെടുത്താന്നുണ്ടെങ്കിൽ നമുക്ക് കുടുംബം ഇതുപോലെ ഉണ്ടാകാൻ പറ്റില്ല.